നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുടെ പുതിയൊരു ചാനൽ ഇനാഗ്രേഷൻ നടന്നിരിക്കുകയാണ്. അതിൽ നമ്മുടെ കാദർവായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ അൻഫാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും കാദർവായി പറയാം. റൈറ്റ് സ്റ്റോറി ഒരു റൈറ്റ് സ്റ്റോറിയായി മാറട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആശംസ. ശരിയായ നിഗമനം, ശരിയായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ജംഷീറിനെ കുറിച്ച് തന്നെ പറയണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ജംഷീറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അത്യാവശ്യമാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജംഷീർ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കലുണ്ട്, ജംഷീർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി സുതാര്യതയും കുറച്ചും കൂടി ഒരു അടച്ചുറപ്പും ഉണ്ടാകും എന്നുള്ള ഒരു തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് വാർത്താ മേഖല ഒരു ബിസിനസ് മേഖലയും കൂടിയാണ്. അത് കേവലം ഒരു വലിയൊരു വരുമാന സ്രോതസ്സുള്ള ഒരു മേഖലയും നമുക്ക് ഇങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലത് ചെയ്തുകൊണ്ട് സമ്പാദിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുക എന്നിട്ട് സമ്പാദിക്കാം. അപ്പൊ അതൊരു നല്ലൊരു ഫീൽഡാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ കുഞ്ഞാപ്പൂന്നാ വിളിച്ചത്, നമ്മുടെ നാട്ടുകാരനാണ്, നെയ്ബറാണ്, ഫാമിലി മെമ്പറാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടിൽ തന്നെ ഈ സംരംഭം തുടങ്ങിയില്ലേ, അല്ലേ? എല്ലാവിധ ആശംസകളും. ജംഷീറിന്റെ ആ കഠിന കഠോരമുള്ള ശബ്ദങ്ങൾ ഇനി റൈറ്റ് സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏതൊരു വിഷയമാണ് ചെയ്യുന്നത് സത്യസന്ധമായി അന്വേഷിച്ചിട്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. കേവലം റീച്ചിനോ പണത്തിനോ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളെ നിലപാട് നമ്മൾ പണയം വെക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനോ നമ്മളെ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടെ നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ തരികയാണ്. അതാണ് എൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും തുടർന്നും അങ്ങോട്ടും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ വലിയ നല്ലൊരു ഓഫീസാണ്, നല്ലൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന വിഷയമാണ്, കേന്ദ്ര സർക്കാർ ഓൺലൈൻ മാധ്യമങ്ങൾക്കുള്ള ലൈസൻസ് മറ്റുള്ള പരിപാടികളൊന്നും നിലവിൽ ചെയ്യുന്നില്ല. പത്രങ്ങളുടെ ലൈസൻസിന്റെ പേരിലാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ലൈസൻസുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം പത്രത്തിന്റെ കീഴിലായിരിക്കും ഒരു ഓൺലൈൻ മാധ്യമം പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ PRDക്കൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള PRDക്കൊക്കെ അപേക്ഷിച്ചിട്ട് റൈറ്റ് സ്റ്റോറി കൃത്യമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ശരിയായ നിഗമനങ്ങൾ സ്റ്റോറിയായി മാറട്ടെ. ആശംസിക്കുന്നു.